ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പൊട്ടാന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ടൊന്നും പറഞ്ഞു ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ഇത് പരിചയമില്ലാത്തവരാണ്, അറിയില്ല, ആരെയും അറിയില്ല. 6 പേരുണ്ട്. അറിയില്ല. ടൗണിൽ അല്ല, കോഴിക്കോട്. കുറ്റിയാടി. ഇന്നടാ ഓനെ സത്യത്തിൽ എത്രയോ കുറച്ച് ആകെ പരിഭ്രമത്തിലാകും. കൊണ്ടോട്ടിയാണ് ഇറക്കി വിട്ടത്. ഇല്ല ഇല്ല, അതൊന്നും പറയാൻ പറ്റില്ല, പറയരുതെന്ന് പോലീസ് പറഞ്ഞു. പിന്നെ ഒരു കാര്യമുള്ളത്, പിന്നെ അവരെവിടെ ഇറങ്ങിയത്? ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇറങ്ങിപ്പോയതാണോ? നിങ്ങൾ ഒരുമിച്ചാണോ പോകുന്നത് അവിടുന്ന്? ഞാൻ ഉറങ്ങുമ്പോയിരുന്നു അവരിറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയെ അവരെത്ര ഉണ്ടായിരുന്നു മോന്റെ കൂടെ കാറില്? ഇന്നിങ്ങോട്ട് പോരുന്നത് എത്ര പേര്? 2 പേര്. 2 പേര്. 2 പേരെ കാറിലുണ്ടായിരുന്നുള്ളൂ. ബാക്കി അങ്ങോട്ട് കൊണ്ടുപോയത് 6 പേരാണല്ലേ? അവരൊന്നല്ല, പിന്നീട് അവരന്ന് തന്നെ ചേഞ്ച് ചെയ്ത് പോയിട്ടുണ്ട്. അനൂസ് വരുന്ന വഴിയിൽ പകുതിക്ക് അവർ ഇറങ്ങുകയാണ് ചെയ്തത്. അതെ, അവരിറങ്ങുകയാണ് ചെയ്തത്. അനൂസ് ഉറങ്ങുന്ന സമയത്ത് ഇറങ്ങിപ്പോയി. ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നോ? ഭക്ഷണം കഴിച്ചില്ല. ഡ്രസ് അവര് ടാക്സി ഡ്രൈവർക്ക് പങ്കില്ല. ടാക്സി സ്റ്റാൻഡിൽ വിളിച്ച വണ്ടിയാണ്. മുപ്പർക്കൊന്നും അറിയില്ല. അത് പിടിച്ചു കൊണ്ടുപോകുമ്പോ നമ്മളിത് സ്വാഭാവികമായിട്ട് എതിർക്കല്ലോ. അന്നപ്പോള്ളൊരു എന്താ പറയുന്നത്? കൊണ്ടുപോകുമ്പോ എന്താ പറഞ്ഞത്? അതൊന്നും പുറത്ത് പറയരുതെന്ന് പറഞ്ഞു പോലീസ്. അനൂസ് എന്തെങ്കിലും ഈ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണ് ഇങ്ങനെ കൊണ്ടുപോയെന്നൊക്കെ അവരെന്തെങ്കിലും അനൂസിനോട് പറഞ്ഞിരുന്നു? അങ്ങനെ എന്തെങ്കിലും പൈസ അങ്ങനെ എന്തെങ്കിലും? ഇല്ല ഇല്ല, എന്നോടൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. അനൂസ് ചോദിച്ചോ എന്താണ് എന്നെ കൊണ്ടുപോയെന്നുള്ള എന്തെങ്കിലും അവരോട് സംസാരിച്ചിരുന്നു? ഇല്ല ഇല്ല. ശരി, അന്നൂസ് റോഷൻ എന്ന ഈ ചെറുപ്പക്കാരനെയാണ് തട്ടിക്കൊണ്ടുപോയത്. ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു, വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു. ഉറങ്ങുമ്പോൾ അവർ ഇറങ്ങിപ്പോയി. ബാക്കി കാര്യങ്ങളൊന്നും പോലീസ് പറയരുതെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഇത്തരം തട്ടിക്കൊണ്ടുപോകലുകൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കോഴിക്കോടും വയനാട്ടിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ പലപ്പോഴും ഈ കുഴൽപ്പണവും അല്ലെങ്കിൽ ഹവാല ഇടപാടുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പം അന്വേസ് പറയുന്ന ഒന്നും അറിയില്ല എന്നാണ്. ഇനി എന്താണ് ഇതിൻ്റെ സത്യം? നമ്മൾ പല കാര്യങ്ങളും ഒറ്റയടിക്ക് കാണുന്നതല്ല. അതിൻ്റെ പല കാര്യങ്ങളും വിശദമായി വെളിപ്പെട്ട് വരുമ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും സംഭവിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യമെന്ന്.